നമ്മൾ വയനാട്ടിലേക്ക് തന്നെ നേരെ പോവുകയാണ്. വയനാട്ടിൽ പുനരധിവാസത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് പോകുന്നു. ചൂരൽമലയിലെ ജനം കുടിലുകെട്ടി സമരം നടത്തുകയാണ്. സമരത്തിൽ സംഘർഷമുണ്ടാകുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ജനശബ്ദം എന്ന സംഘടനയാണ് ചൂരൽമലയിൽ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പുനരധിവാസം അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പോലീസ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സമരക്കാരെ തടയുകയാണ്. സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. എം കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, നിലവിലെ സ്ഥിതി എന്താണ് അവിടെ? വേലിപ്പാലം കടന്ന മുണ്ടക്കൈക്ക് പോകണം എന്നുള്ളതാണ് പ്രധാനമായും സമരക്കാർ ആവശ്യപ്പെടുന്നത്. പക്ഷേ പോലീസ് അതിന് അനുവദിക്കുന്നില്ല. പോലീസുമായി പലതവണ ആവശ്യപ്പെടുന്നത് പക്ഷേ പോലീസ് അതിന് അനുവദിക്കുന്നില്ല. പോലീസുമായി പലതവണ അവർ അക്കാര്യം ചർച്ച ചെയ്തു. പക്ഷേ അപ്പോഴും പോലീസ് അവരെ പോകാൻ അനുവദിക്കുന്നില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വീണ്ടും മുദ്രാവാക്യം മുഴക്കുകയും പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ജനശബ്ദം എന്നൊരു കൂട്ടായ്മയാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. ഇവർ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ സെലക്റ്റീവായ പുനരധിവാസം പറ്റില്ല. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും മാറ്റി താമസിപ്പിക്കണം. അതുപോലെ 5 സെന്റ് വീട് മാത്രം പോരാ, മറ്റ് നഷ്ടങ്ങളൊക്കെ കൃഷിയും കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ള നഷ്ടങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പുനരധിവാസം നടപ്പാക്കണം. ഇപ്പോൾ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയിൽ അപാകതകളെ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മന്ത്രി പറഞ്ഞത് 1036 പേരെ പുനരധിവസിപ്പിക്കും എന്നുള്ളതാണ്. ആ വാഗ്ദാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയി. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 242, രണ്ടാം ഘട്ടത്തിൽ 81, അത്തരത്തിൽ വീണ്ടും സോർട്ട് ചെയ്ത് ആളുകളെ ഒഴിവാക്കുകയാണ് എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രധാന ആരോപണം. അവർ ഇന്ന് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എത്തി ചൂരൽമല ടൗണിന് സമീപത്ത് കഞ്ഞിയൊക്കെ വെച്ച് പ്രതിഷേധം തുടങ്ങിയിരുന്നു. 81 കുടുംബങ്ങളുടെ പേരുണ്ട്. ഈ 81 കുടുംബങ്ങൾ അർഹതപ്പെട്ടവരല്ല, അതോ അതിൽ അവർക്ക് മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം? ആ പട്ടികയുമായി ഇന്നത്തെ സമരത്തിന് ബന്ധമില്ല ആര്യ. കാരണം ആ പട്ടിക ഇന്ന് പുലർച്ചെയാണ് വന്നത്. ഇവർ നേരത്തെ തന്നെ സമരം പ്രഖ്യാപിച്ചതാണ്. ഇവർ ആവശ്യപ്പെടുന്നത് ഇവിടെ നേരിട്ട് ദുരന്തം ബാധിക്കാതെ ഒറ്റപ്പെട്ടു പോയൊക്കെ ഉള്ള ആളുകളുണ്ട്. അതായത് 1000-ലധികം ആളുകളെ ഇത് നേരിട്ടും അല്ലാതെയും ബാധിച്ചിട്ടുണ്ട്. അവരെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുനരധിവാസം എന്നുള്ളതാണ് ഈ കൂട്ടായ്മ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. സർക്കാർ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട 282 പേർ, അത് കഴിഞ്ഞ മറ്റൊരു 81 പേരുടെ പട്ടിക, ഇനിയൊരു 500 പേരുടെ പട്ടിക വരാനുണ്ടെന്ന് പറയുന്നു. അത്തരത്തിൽ സോർട്ട് ചെയ്താണ് സർക്കാർ പുനരധിവാസവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ജനശബ്ദത്തിന്റെ നേതാക്കൾ പറയുന്നത് അത് സ്വീകാര്യമല്ല. മാത്രമല്ല ഈ 5 സെന്റിലൊന്നുമുള്ള പുനരധിവാസം സ്വീകാര്യമല്ല. അവർക്ക് കൂടുതൽ അർഹമായ പുനരധിവാസം നൽകണം. മാത്രമല്ല ചൂരൽമലയ്ക്ക് മാത്രമായി ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നിട്ടുണ്ട്. അത് പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പുനരധിവസിപ്പിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ജനകീയ ആക്ഷൻ കമ്മിറ്റി എന്ന മറ്റൊരു സംഘടന നിലവിലുണ്ട്. അവർ നാളെ കലക്ടറേറ്റിന് മുന്നിൽ ഒരു ഉപവാസ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ ആവശ്യപ്പെടുന്നത് പുനരധിവാസം വേഗത്തിലാക്കണം എന്നുള്ളതാണ്. ഈ സംഘടന ആവശ്യപ്പെടുന്നത് പുനരധിവാസം സമഗ്രമാക്കണം. മുഴുവൻ ആളുകളെയും, ഈ പ്രദേശത്ത് നേരിട്ടല്ലാതെ ദുരന്തം ബാധിച്ച ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുനരധിവാസം വേണം എന്നുള്ളതാണ് ആര്യ. ചൂരൽമലയിൽ കുടിലുകെട്ടി സമരം നടക്കുകയാണ്. സമരത്തിനിടെ സംഘർഷമുണ്ടാകുന്നു. സമരക്കാരെ പോലീസ് തടയുകയാണ്. വലിയ പ്രതിഷേധമുണ്ടാകുന്നു. നമുക്കറിയാം, രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഇരകളാണവർ. തിരികെ അതിജീവനത്തിന്റെ പാതയിലാണ്. പുനരധിവാസം ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലാതെ നടപ്പിലാക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് റവന്യൂ മന്ത്രിയും സർക്കാരും പറയുന്നുണ്ട്. ആദ്യത്തെ കരട് പട്ടികയൊക്കെ പുറത്തു വന്നപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് ആളുകളുടെ 3 തവണയൊക്കെ അവരുടെ പേര് വന്നു. അർഹതപ്പെട്ടവരല്ലാത്തവരും ആ പട്ടികയിൽ ഇടം പിടിച്ചു. അങ്ങനെ പലതരത്തിലുള്ള പരാതികൾ കേട്ടിരുന്നു. അങ്ങനെ രണ്ടാം കരട് പട്ടികയിലേക്ക് കിടക്കുമ്പോൾ ആ ഒരു ഇറർ കൂടി പരിഹരിച്ചായിരിക്കും അടുത്ത കരട് പട്ടിക എന്ന് സർക്കാർ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ അതിനായി പ്രത്യേക വിഭാഗത്തെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെയാണ് രണ്ടാമത്തെ കരട് പട്ടിക പുറത്തിറക്കിയത്. അതിൽ 81 കുടുംബങ്ങളാണ് ആ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ ജനശബ്ദം എന്ന കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്ന ആവശ്യം സമഗ്രമായ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ സമഗ്രമായ ഒരു പുനരധിവാസം. അവിടെ ആ ദുരന്തത്തിൽ വലിയൊരു മഹാദുരന്തമായിരുന്നു. മഹാദുരന്തത്തിൽ ഇരയായ എല്ലാവർക്കും പുനരധിവാസം എന്നുള്ളതാണ് ജനശബ്ദത്തിന്റെ ആവശ്യം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
അവർക്ക് ആവർത്തിച്ചുറപ്പ് നൽകുന്നുണ്ടെങ്കിൽ പോലും ഈ ഇവരുടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് ആവശ്യങ്ങളുണ്ട്. കേന്ദ്രം ഒരു പാക്കേജ് പ്രഖ്യാപിക്കാത്തതിലുള്ള നിരാശയുണ്ട്, അതിനെതിരെയുള്ള പ്രതിഷേധമുണ്ട്. പുനരധിവാസം വൈകുന്നതിനുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. അത് കൃത്യമായ രീതിയിൽ നടപ്പാക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. നേരത്തെ അറിയിച്ചിരുന്നു കുടിലുകെട്ടി ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നീങ്ങുമെന്ന്. ആ സമരത്തിനിടയിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത്. കമൽ തുടരുന്നുണ്ട്. കമൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കുറച്ച് സമാധാനപരമായിട്ടുണ്ട് കാര്യങ്ങൾ എന്ന് തോന്നുന്നു. എന്താണ് അടുത്ത നീക്കം? എങ്ങനെയാണ് പോലീസിന്റെ ഇടപെടൽ? എങ്ങനെയാണ്? ഇത്രയും പൈസ ഗവൺമെന്റിന്റെ കയ്യിൽ വന്ന് കിടക്കുന്നുണ്ട്, അത് നമുക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നില്ല. ഇപ്പോൾ പോലീസും സമരക്കാരും വീണ്ടും സംസാരിക്കുകയാണ്.